ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു ഈവനിങ് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാവേ. വൈകിട്ടത്തേക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണേ. നമുക്ക് വൈകിട്ട് ചമ്മന്തിക്കറിയും അടിപൊളി നെയ് റോസ്റ്റും ഉണ്ടാക്കാം. ഞാനിന്ന് വൈറ്റ് ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, വെള്ള ചമ്മന്തി. അപ്പോൾ അതിനായിട്ട് തേങ്ങയിലേക്ക് ഒരു 3-4 കൊച്ചുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ഇനി എരിവിനായിട്ട് ഞാൻ ചേർക്കുന്നത് പച്ചമുളകാണേ. നല്ല എരിവുള്ള 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇനി കളറിന് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ആട്ടിയെടുക്കാവേ. നന്നായിട്ട് മഷി പോലെ ആടിക്കിട്ടണം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ലൈക്കും കമൻറ്റും കൂടെ ചെയ്തേക്കണേ. പിന്നെ നന്നായിട്ട് ഞാനിത് മഷി പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുക്കാവേ. വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത് കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം സവാള അരിഞ്ഞതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ കുഞ്ഞുള്ളി ഉരിക്കാനൊക്കെ ഭയങ്കര പാടായതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന മിക്സി ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാവേ. ഇനി ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ആദ്യം ഇട്ട് ഉപ്പ് ഒന്ന് കറക്റ്റ് ആയണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഇതാണ് വെള്ള ചമ്മന്തിക്കറി കേട്ടോ. അപ്പോൾ അടിപൊളിയാണ് ഈ ചമ്മന്തിക്കറി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമുക്ക് മാവിലേക്ക് ഉപ്പും സോഡാപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കാം. എന്നിട്ട് ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. പിന്നെ ഞാനിവിടെ നെയ്യും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കിനി നെയ്യും കൂടെ അതിൻ്റെ മുകളിലേക്ക് തൂക്കി കൊടുക്കാം. നിങ്ങൾ വിചാരിക്കാം മാവ് ഇളക്കിയത് ആരാന്ന് കേട്ടോ. മോളാണേ, ദോശയ്ക്ക് വേണ്ടി വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ചുട്ട ദോശ അവൾക്ക് തന്നെ കൊടുക്കുവാണേ. ഈ ചമ്മന്തിക്കറിയുടെ റെസിപ്പി വേണോന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാനതൊരു വീഡിയോ ആയിട്ട് ഇട്ട് തരാവേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ദോശയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണേ. അപ്പോൾ നമ്മുടെ കണ്ടില്ലേ, ദോശയും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ദോശയായിരുന്നേ. ബാക്കിയുള്ള ദോശയും കൂടെ നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ഇനി നമുക്ക് മോക്കുള്ളത് അവൾ എടുത്തുകൊണ്ട് പോയി കേട്ടോ. അവൻ്റെ ഇങ്ങനെ ഇരിക്കുവാണേ. അങ്ങനെ അവനുള്ളത് കൊണ്ട് കൊടുത്തു. അവതേ കറിയൊക്കെ നീക്കിയെടുത്ത് വെച്ചിട്ട് ആളിങ്ങനെ മുഴങ്ങിയിരിക്കുക. എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേന്നല്ലേ കാണിച്ചു തരാവേ. ഇതാണ് സംഭവം കേട്ടോ. എടുക്കാണ്ട് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുവാണേ. ഇത് അങ്ങനെ ഫുഡൊക്കെ കഴിക്കുവാണ്. ഞാനും ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ അടിപൊളി നെയ് റോസ്റ്റും നമ്മുടെ വെള്ളച്ചമ്മന്തിയും കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി. പിന്നെ നമ്മുടെ ഗ്യാസും മേശപ്പുറമൊക്കെ തുടച്ച് നല്ല ക്ലീൻ ആക്കി ഇടണം. അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ കിച്ചൺ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് കഴിയുമ്പോൾ തോന്നും കേട്ടോ, രാത്രി ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ടിട്ട് കിടക്കുമ്പോൾ. അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഈവനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ കമൻറ്റും കൂടെ ഇടണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് കേട്ടോ ഒരു സന്തോഷം. പിന്നെയും വീഡിയോസ് ചെയ്യാനായിട്ട് തോന്നും കേട്ടോ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ. അപ്പോൾ കമൻറ്റ് ഇടുന്ന കാര്യം മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.